17 വർഷം ഞാൻ അടന്നു വീണ്, ആരുമറിയാത്ത പ്രാർത്ഥനകൾ ചുവന്നു വീണ്. എന്നെ നോക്കുന്നവർ ദുഃഖം മാത്രം കാണും. പക്ഷേ ഞാൻ കടന്നു പോകുന്ന കൊടുങ്കാറ്റ് ആരും അറിയില്ലല്ലോ. ഒറ്റയ്ക്കാണ് ഞാൻ, പക്ഷേ ക്രിസ്തുവോടൊപ്പം. ഈ ഏകാന്ത വഴി സ്വർഗത്തിന്റെ വില കൊടുത്ത വഴി. അപ്പോൾ നീ ചെയ്യാതിച്ചു ഷാനി, എന്താണ് പറയുക? നിന്റെ പോരാട്ടം കൂട്ടുകാർ ത്യാഗിച്ചാൽ എന്താണ് പറയുക? ഞാൻ തല ഉയർത്തി വിശ്വാസം പറഞ്ഞു വീണ്, ജ്വാല നശിപ്പിക്കുന്ന വിശ്വാസ പതാക ഞാൻ ഉയർത്തും. കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു, നീ കാത്തിരിക്കണമെന്നു ചൊല്ലി എന്റെ കണ്ണുനീർ കുറ്റിയും. നിന്റെ വാഗ്ദാനം മഹത്തായി. കുടുംബം വിട്ടുപോയാലും ഞാൻ ഒറ്റയ്ക്കായാലും നിന്റെ വചനം എന്റെ ഫലം, നിന്റെ സാന്നിധ്യം എന്റെ വീട്. ഹബക്കൂക്ക് പറഞ്ഞു കാത്തിരിക്കുക, യേശയ്യ പറഞ്ഞു കാത്തിരിക്കുക. കർത്താവേ, നീ ഒരിക്കലും വൈകുന്നില്ല. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് എന്നെ രൂപപ്പെടുത്തുന്നു നീ. അതുകൊണ്ടു ഞാൻ കാത്തിരിക്കും, കാത്തിരിക്കും, കാത്തിരിക്കും. ചിന്തകൾ ചിലപ്പോൾ എന്നെ പിന്നിലേക്ക് വലിക്കും. ഭാരം പോലെ എന്റെ ചുമലുകൾ തളരും. പക്ഷേ ഒരു നദി പോലെ സമാധാനം വന്നു വീണ്. എന്റെ ഭാരങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായു വീണ്. വേദന ഒരു കുരുത്തി നിന്റെ കൈ, എന്നെ ശുദ്ധീകരിക്കാനാണ് നീ എന്നെ പടിവാതിൽ കയറിക്കുന്നത്. ഞാൻ ബലഹീനയായപ്പോൾ, പ്രതീക്ഷ തകർന്നപ്പോൾ നീ ചൂണ്ടിക്കാട്ടി മകളെ. ഞാൻ നിന്റെ ഹൃദയം കാക്കുന്നു, അതുകൊണ്ട് ഞാൻ പതാക ഉയർത്തും, വിനാലും ഉയരും. വിശ്വാസം എന്ന ആയുധം എല്ലാം ജയിക്കും. കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു, നീ കാത്തിരിക്കണമെന്നു ചൊല്ലി എന്റെ പ്രാർത്ഥനകൾ നിശബ്ദമായാലും ഉത്തരം വരും. എന്റെ നാളെയെ നീ ദിവസേന രൂപപ്പെടുത്തിയുകൊണ്ടിരിക്കുന്നു. ഹബക്കൂക്ക് പറഞ്ഞു കാത്തിരിക്കുക, യെശയ്യ പറഞ്ഞു കാത്തിരിക്കുക. കർത്താവേ, നീ ഒരിക്കലും വൈകുന്നില്ല. തേജസ്സിൽ നിന്നു തേജസ്സിലേക്ക് എന്റെ ജീവിതം നീ എഴുതുന്നു. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കും, കാത്തിരിക്കും, കാത്തിരിക്കും. ഒരു ദിവസം മലകൾ നിന്റെ നാമത്തിൽ നീങ്ങും. ഒരു ദിവസം തീ നിന്റെ ജ്വാലയ്ക്കു മുമ്പിൽ കുനിയും. ഒരു ദിവസം എന്റെ കാത്തിരിപ്പനന്തമാകും. ഞാൻ കരഞ്ഞ എല്ലാ കണ്ണുനീരും നീ തുടച്ചു കളയും. നീ കുംഭാരൻ, ഞാൻ കളിമൺ. കാത്തിരിപ്പിനുള്ളിൽ പോലും നീ എന്നെ രൂപപ്പെടുത്തുന്നു. കർത്താവേ, ഞാൻ ഇന്നും കാത്തിരിക്കുന്നു, എന്റെ പ്രതീക്ഷ ഉന്നതത്തിൽ നീ പ്രവർത്തിക്കുന്നു.